അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ മുമ്പ് റൂമൊന്ന് ക്ലീൻ ആക്കണമെന്ന് കരുതി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ എൻ്റെ റൂമൊന്ന് ക്ലീൻ ആക്കണതിൻ്റെ വീഡിയോ ആണ്. എൻ്റെ റൂമൊന്ന് കാണിച്ചു തരട്ടെ. ഇവിടെ അതെ കുറച്ച് പേപ്പർ വെട്ടി കിടക്കണം. എൻ്റെ ടേബിളൊന്ന് ക്ലീൻ ആക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാൽ ജനലിക്കൊന്ന് നോക്കി, ഇതെന്തായാലും മാറ്റാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. ഈ ജനൽ ഇന്നലെ വൃത്തിയോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാമല്ലേ. അപ്പം ഞാൻ ആദ്യം ബെഡൊന്ന് ക്ലീൻ ആക്കാം. ബെഡ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് നോട്ട്ബുക്സ്, പിന്നെ ബുക്ക് മാർക്സ്. ഇതൊക്കെയാണ് ഈ വെടി കിടക്കണത്. അപ്പം അതൊക്കെ നമുക്കൊന്ന് ക്ലീനാക്കണം അല്ലേ, ക്ലീനാക്കണം. നമുക്ക് കുറച്ച് പേപ്പേഴ്സൊക്കെ കിട്ടും. അതൊന്നും വേസ്റ്റ് ആക്കണ്ട. അടുത്ത പ്രാവശ്യം ഞാൻ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ ഇത് വെക്കാം. ഇനി ഇതൊക്കെ നമ്മൾ ആ കാണുന്ന ടേബിളില്ല, അവിടെ കൊണ്ടുപോയി വെക്കലാണെങ്കിൽ അടുത്ത പണിയൊന്നുമല്ല. അതാ പേപ്പറൊക്കെ കിട്ടുമോ കിടക്കുന്നത് കിട്ടാം. പിന്നെന്താ, ഉണ്ടാക്കിയ സാധനം കൊണ്ടുവയ്ക്കലാണ് എൻ്റെ പണി. അതെ, ഉണ്ടാക്കിയ സാധനം കൊണ്ടുവയ്ക്കുക, അത്രയാണ് ഞാൻ ഉണ്ടാക്കിയതാണ്. 2 ബുക്ക്, പിന്നെ ബുക്ക് മാർക്സ്, പിന്നെ വാഷിംഗ് ടാപ്സ്. അതെ, അതും കൂട്ടി. പിന്നീട് അത് ഉണ്ടാക്കെടുത്ത് തിങ്സ്. അത് ഉണ്ടാക്കെടുത്ത് തിങ്സ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അതെ, ബ്രഷ് പെൻസിൽ, പിന്നെ അതാ ഇവിടെ കിടക്കുന്ന ഈ ടാപ്പ്, പിന്നെ അടുത്തത് സ്റ്റാപ്ലറും സിസേഴ്സും. ഇതും ടേബിളിൽ ഇതാണ് നിസ്കാരപ്പായ. ഇതിങ്ങനെ മടക്കി വെക്കണം കേട്ടോ. അതെ, അടുത്ത നിസ്കാരപ്പായ അവിടെ ഇരിക്കട്ടെ, ഇന്നെടുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെ, അതിനെ എടുത്തു. ഇതിൻ്റെ നിസ്കാരത്തിൻ്റെ ഡ്രസ്സാണ്. ഡ്രസ്സ് മാറ്റി തിരിച്ചു വെച്ചു. അതൊക്കെ അവിടെ കിടക്കട്ടെ അല്ലേ. ഇതും അതെന്താ ഇരിക്കണേ തൊണ്ടണില്ല മക്കളെ. ഇതിന് മടക്കിയിട്ടുണ്ട്. ഇതും ഇട്ടു. പിന്നെ ഒരു ഡ്രസ്സാണ്, അത് അതിൻ്റെ വെച്ചിട്ടത് ഈ ഒരു സൈഡിലേക്ക് വെച്ച്. പിന്നെന്താ, ഞാൻ ദിവസം മദ്രസയ്ക്ക് ഡ്രസ്സ് ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇതുണ്ട്. അതെ, ഇത് ഞാനിടണത് ജനലൊന്നും ഏത് കാലം നോക്കിയാലും വൃത്തിയാവാൻ പോണില്ല. എന്താ ഇവിടെ സ്ഥലമില്ലടോ ആ സാധനം ഒന്ന് വെക്കാൻ.
ഒരു ഹാങ്ങർ എടുത്തോ. ഇനി നമുക്ക് ഇതൊന്ന് തൂക്കിയിടാം. ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് മേലത്തതൊക്കെ എടുക്കട്ടെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതെടുത്താലും അതെടുക്കും. പെട്ടിൻ്റെ മേലെ കയറിയിട്ടാണ്. ഹൈറ്റില്ല മക്കളെ, ഹൈറ്റില്ല. അതേ ഫ്രീ ആക്കാണ്ട് കിട്ടുന്നുണ്ട്. അടുത്തത് ഈ സ്കൂൾ യൂണിഫോമേ, ഇതൊക്കെ ഇവിടെ നമ്മൾ തൂക്കിയിടുക. കുറച്ച് ദിവസം ഇതൊക്കെ തൂക്കിടാൻ ഒരു സ്ഥലമില്ല. ഈ ഹാങ്ങർ ഫ്രീ ആയിട്ട് വന്നു. അപ്പം ഇത് നമ്മൾ എവിടേക്കും നമ്മളെ അലമാറേൻ്റെ ഉള്ളിതാണ്. എന്തെങ്കിലും ഉള്ള ആരും നോക്കാൻ പോണില്ല. സോ എൻ്റെ എന്താ ഇതേ നമ്മളെ ടേബിൾ ഇരിക്കുന്നു. പിന്നെ ടേബിളാണ് നമ്മളെ കണ്ണ് വെച്ചിരിക്കുന്നത്. അതെ, ടേബിളിനെ കാണുന്നുണ്ടോ? ഇപ്പം കാണില്ലല്ലോ. ശരി സോറി. അതെ, ഇതൊക്കെ ക്ലീൻ ആക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഡൗട്ട്. ഞാൻ ക്ലീൻ ആക്കാൻ നോക്കി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ മേലെ സ്ഥലമില്ലാണ്ട് കിടക്കുന്ന സാധനങ്ങൾക്കൊക്കെ ബെഡ് സൂട്ടബിളായിട്ട് ബെഡിങ് ക്ലീനാക്കാം. ബാക്കിയുള്ളതിനൊക്കെ ഏകദേശം സ്ഥലമുണ്ട്. ഓക്കിൻ്റെ വൃത്തി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അത് കട്ടിലൊക്കെ അവിടെ ഒരു സാധനമുണ്ട്, അതിക്ക് നാട്ട് പെൻസിലും അതിക്ക് നാട്ടുണ്ട്. സ്റ്റാപ്ലർ പിന്നെ അവിടെ ഒളിപ്പിച്ചൊക്കെ സ്ഥലമുണ്ട്. അത് എവിടെയും വെച്ചു. ഇത് നമ്മൾ ഈ ടാപ്പ് ഇത് ഞാൻ ഇവിടെ വെച്ചു. ഇതൊക്കെ ഉണ്ടാവും ഒരു ഈ ക്ലിപ്പ്. അതൊന്നും ഞാൻ ഇത് അടി എന്തായാലും
കുറച്ച് കാർഡ്ബോർഡ്സൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചെടുക്കുന്നത് എൻ്റെ ജേർണലിങ്സിൻ്റെ ബുക്കാണ്. ജേർണലിങ്ങിൻ്റെ ബുക്ക്. ജേർണലിങ് ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, വേണ്ട. ഇത് വിട്ടുകൊടുത്തു. പിന്നെ എൻ്റെ ഉമ്മച്ചിത മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ തൂടി നിന്നിട്ടുണ്ട്. 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. എൻ്റെ അപ്പുറത്തുണ്ട്. അപ്പം അതും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുത്തു. പിന്നെ ഇതേപോലെ റെയിൻബോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ ഇവിടെ ഞാൻ സാരി വെച്ചു. എന്താ റെയിൻബോനെ കാണണില്ല, എല്ലാവർക്കും കാണണുണ്ടല്ലോ അല്ലേ? കാണണില്ലേ? അതെ, നമ്മൾ വിഷിംഗ് ടൈംസ് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ നേരത്തെ ഒരു സാധനം വെച്ചിരുന്നു, അത് തുറന്നു പോയി മക്കളെ. അപ്പോൾ നിങ്ങളിവിടെ കുറച്ചിൻ്റെ ടേബിൾ കുറച്ച് അതിൽ കൊടുന്ന് വെച്ചിരുന്നു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ. അതിൻ്റെ അവസ്ഥയാണ് മക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതേ ബുക്ക് മാർക്സ്. അപ്പോൾ അത് ഈ ഒരു സൈഡിലായിട്ട് ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. എന്താ ഒരു അലോക്കിൻ്റെ സ്കെയില് വീണേൻ്റെ സൗണ്ടാണ് കേട്ടത്. അതെ, ഈ സ്കെയിൽ ഈ ഒരു മൂലക്കായിട്ട് വെച്ചെടുത്തു. കാണുന്നുണ്ടോ? ഇതൊക്കെ ഇനി ഉണ്ടാക്കി കുറച്ച് തലക്കണിയാണ്. എന്താ സ്റ്റാപ്ലർ പശ. എനിക്കൊരു ബോക്സ് മേടിച്ചിരുന്നു, അതിൻ്റെ ഒപ്പം കിട്ടിയതാണ്. സ്റ്റാപ്ലർ പിൻ ഇതാ നമ്മൾ നേരത്തെ പേപ്പർ ക്ലിപ്പ് വെച്ചില്ലേ, പേപ്പർ ക്ലിപ്പല്ല ക്ലിപ്പ്, സാധാ ക്ലിപ്പ് വെച്ചു. പശ വേറെ. ഇങ്ങനെ ഉണ്ടാക്കിയ 2 മിനി നോട്ട്ബുക്സ്, അതും ഞാൻ ഈ സ്റ്റാപ്ലർ പിന്നും ക്ലിപ്പൊക്കെ വെച്ചതിൻ്റെ കൂട്ടം വെച്ചെടുക്കുന്നുണ്ട്. ഇനി അതേപോലെ ഇത് ഞാൻ ഇതാണ് കസേര കാണണില്ലേ? അത് വെച്ച സൗണ്ടാണ്. ഇനിതാ ചാനലിൻ്റെ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുള്ളൂ. ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വെച്ച സ്പേസ് ഉണ്ട്, അപ്പം അതൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കണ്ടേ. ഇതൊക്കെ മക്കളീ ഇതിൻ്റെ പൂവിൻ്റെ പേരറിയില്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് വെച്ച് വന്നപ്പോൾ അതിൽ ഞാൻ വെച്ചതാണ്. എന്താ പോലെ അതിൻ്റെ കണ്ണടച്ചിട്ട് ഇതിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കൂ. എന്താ നിങ്ങൾക്ക് തോന്നണേ? ഒന്ന് കമൻ്റ് ഇതാണ് അവസ്ഥ. വേസ്റ്റ് കൊണ്ടിടാനുള്ളതൊക്കെ ഇതെങ്കിലും ഇവിടെ വെക്കൽ. ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ഇതേപോലെ ഇതിലാണ് ഞാൻ എൻ്റെ ഇലകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. കാണണില്ലല്ലേ? കുറച്ച് ഞാൻ വേണമെങ്കിൽ ലൈറ്റ് ഇട്ടാം. ഇപ്പം കാണണ്ട നിൽക്കണ്ടേ? ഇതിലാണ് ഉള്ളത്. പിന്നെ അവിടെ ഞാൻ കുറച്ച് പൂക്കളുടെ ചിത്രമൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, ഹോം മെയ്ഡാണ്. കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ ഒക്കെ ഉണ്ട് കണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഒരു ബട്ടർഫ്ലൈൻ്റെ
പിന്നെന്താ പിന്നെ ഇതേപോലത്തെ കുറച്ച് സാധനം ഇതൊക്കെ ഫാനിട്ട് പാറിക്കെട്ട് പിടിച്ച് കിടക്കാണ്. അപ്പം അതൊന്ന് നേരാക്കണ്ടേ, അപ്പം അത് നേരാക്കാം നമുക്ക്. ഇതൊക്കെ നേരാക്കണ്ട്. ഇതേപോലെ തൂക്കിട്ട കുറച്ച് തൂക്കിട്ടത് കാണുന്നുണ്ടോ? ചുമരല്ലേ കാണണേ? പേപ്പേഴ്സ് കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഇതിന് ഈ ഒരു സാധനം തന്നെ ഫ്ലവറൊന്നും ഇല്ലാണ്ട് വേണമെങ്കിൽ ഞാൻ നാളെ ഒരു ബൊക്കയിൽ ഇത്തിരി ഫ്ലവർ ഉണ്ടാക്കണം. ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഫ്ലവർ തന്നെ വേണമെങ്കിൽ എടുത്ത് ഇതിലേക്ക് വയ്ക്കാവുന്നതാണ്. വെക്കാം. ഇതേ ഒരു ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത് രാട്ടാണ് മക്കളെ. അതെ, അത് ഞാൻ ജനലിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വരയ്ക്കണ വീഡിയോ ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അതിൻ്റെ അടുത്തടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഇടാം. ഇതും അതുതന്നെയാണ് ആർട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബെഡത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ബെഡിൽ വെക്കേണ്ട അകത്തിരിച്ചിട്ട് സാധനങ്ങൾ മാത്രം നമ്മൾ ബെഡ് ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ ബെഡ് ക്ലീൻ ആക്കണ്ട ഇനി. ബെഡ് ക്ലീൻ ആക്കണം അല്ലേ? അപ്പോൾ അതേ ബെഡത്തെ സാധനങ്ങളൊക്കെ അടിക്കൊക്കെ ഇറക്കി വെച്ചിട്ട് ബെഡ് അപ്പോൾ നമുക്ക് ഷീറ്റൊക്കെ ഒന്ന് മാറ്റിട്ടോ. ബെഡിൻ്റെ ഈ ഒരു അച്ചും കണ്ടു, ഇതൊന്ന് ഇൻസൈഡാക്കി കൊടുക്കണ്ട്. വേഗം ആക്കണ്ട്. ഇതാത്ത റൂമിലേക്ക് അടിച്ചു വരാൻ കയറി വരും. അപ്പോൾ വേഗം ആക്കി കൊടുക്കുക. ഇത് താത്തന്നൊക്കെ അറിയാലോ. ഇത് ഈശ അറിഞ്ഞോ? നല്ല ഒരു കുഴപ്പമില്ല. ഇന്ന് ഞാൻ നേരത്തെ കസാരയ്ക്ക് ഇട്ട തൽക്കണീസ് ബെഡിക്ക് അറിയണം. ഇനി എന്തെങ്കിലും ക്ലീൻ ആക്കാണ്ടോ? നമ്മൾ നേരത്തെ ബെഡ് ക്ലീൻ ആക്കാൻ വേണ്ടി നേരത്തേക്ക് എടുത്ത് വെച്ച സാധനം വേണ്ടി അതാണ് ഇത്. ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്നൊന്നും അറിയില്ല. ഇതെൻ്റെ ഡ്രസ്സാണോ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. ആണോ? അല്ല, ഇതിൻ്റെ ഡ്രസ്സല്ല. ഞാൻ കുറച്ച് മുമ്പൊക്കെ ഇതിൻ്റെ ഡ്രസ്സാണെന്ന് പറഞ്ഞു അല്ലേ? അതൊന്ന് പറ്റിക്കാൻ പറഞ്ഞതാണ്. ഇതിൽ പലരും വിശ്വസിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതെൻ്റെ അമ്മച്ചിൻ്റെ ഡ്രസ്സാണ്. അമ്മച്ചി മറന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഈ അലമാറേൻ്റെ ഒക്കെ ഉള്ളിൽ നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണ് ഇതിൻ്റെ അവസ്ഥ മക്കളെ. അതൊക്കെ ക്ലീൻ ആക്കണ വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. അപ്പോൾ അതൊക്കെ അടിക്കണ വീഡിയോ ഞാൻ അടുത്തതിലിടാം. സോ എല്ലാവർക്കും ചാച്ചാ.